അപ്പൊ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. ഇവിടെ ഇരുന്ന സമയത്ത് ഒരു ആഗ്രഹം, നമ്മുടെ മിഷൻ കോഫി ഇല്ലേ, അത് കുടിക്കാനായിട്ട്. പണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ മിഷൻ കോഫി എന്ന് പറഞ്ഞ സാധനമേ. അത് കുടിക്കാൻ ഒരു മോഹം തോന്നിയാൽ പിന്നെ അത് അപ്പോഴേ അങ്ങ് തീർക്കണ്ടേ. അപ്പൊ നമുക്ക് പോയി അതൊന്ന് കുടിച്ചിട്ട് വരാവേ. എന്തൊരു വട്ടാന്നല്ലേ നിങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇത്തിരി ലൂസാ, പോയിട്ട് വരാം. പെട്ടെന്ന് എങ്ങാനും ചത്തുപോയി കഴിഞ്ഞാലേ ഈ ആഗ്രഹങ്ങളൊക്കെ മിച്ചം വെച്ചിട്ട് അങ്ങ് പോയി എന്ന് തോന്നത്തില്ലേ? അങ്ങനെ ഒരു തോന്നൽ വേണ്ട. കുടിച്ചിട്ട് പോ. മിഷൻ കോഫി കുടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് മാത്രം ഹോസ്പിറ്റലിൽ പോകാല്ല കേട്ടോ. ചെറിയൊരു ചെക്കപ്പ് ഉണ്ട്. അപ്പൊ അതും ഈ കൂട്ടത്തിൽ നടക്കും, ആഗ്രഹവും ഈ കൂട്ടത്തിൽ നടക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുവന്ന് നേരെ അംഗനവാടിയിലോട്ട് വിട്ടിട്ട് നമുക്ക് ജിഷനെ കൂട്ടിട്ട് പോകാം. മഹാത്ഭുതം, കൃത്യസമയത്ത് ഒരുങ്ങി ഇറങ്ങുന്ന ആദ്യത്തെ സംഭവം. സാധാരണ ഇവിടെ വന്നിരുന്ന ഒരു മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവളൊന്ന് ഒരുങ്ങി ഇറങ്ങുന്നത്. നോക്കിക്കേ എന്തൊരു ശുഷ്കാന്തിയാണ്. അപ്പൊ നേരെ ഹോസ്പിറ്റലിൽ വന്നതാ. ചീട്ട് എടുക്കാനായിട്ട് നിൽക്കുവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ചീട്ടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നമ്മുടെ റുട്ടീൻ ചെക്കപ്പുകളുണ്ടല്ലോ, BP, വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് വേണം നേരെ നമുക്ക് ഡോക്ടറെ കാണാവേ. യൂഷ്വൽ ആയിട്ടുള്ള സാധാരണഗതിയിലുള്ള ചില ചെക്കപ്പുകൾ ഇതൊക്കെ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ കോഫിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് അതൊന്ന് ചെയ്യണം. അതിൻ്റെ പേര് ഞാൻ മറന്നു. അപ്പോൾ കോഫി കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിരിയാണി. അതില്ലാതെ എന്ത് പുറത്തു പോക്കല്ലേ. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് ബിരിയാണിയിലാണ് എപ്പോഴും അവസാനിക്കാറുള്ളത്. അപ്പം ഇന്ന് നമ്മളിതാ ഇവിടെയാണ് പോയത്. ഒരുപാട് ദൂരെ കവലെ ജംഗ്ഷനിലോട്ടൊന്നും പോകാനുള്ളൊരു മൂഡില്ലായിരുന്നു. അപ്പം നേരെ ഇവിടെ വന്ന് നമുക്ക് ഇതുവരെ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ട് അവൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അവൾ എന്നെയും കൂട്ടിക്കൊണ്ട് ഇതാ ഇവിടെ വന്നു. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിരിയാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഇന്നത്തെ പരിപാടികൾ അതൊക്കെയായിരുന്നു സത്യത്തിൽ.